ഹായ് വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് കാരക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് ഇഷ്ടം തോന്നുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ കാരക്കയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന കാരക്കയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കാരക്കയിൽ പച്ച കാരക്കയിൽ ഒരു കറയുണ്ട്. ആ കറയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ തിളച്ച വെള്ളത്തിൽ കാരക്ക ഇട്ട് കൊടുക്കുന്നത്. നന്നായി തിളച്ചു അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതിനെ കോരി മാറ്റാവുന്നതാണ്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെള്ളമെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഭരണിയിലാണ് ഇട്ട് വെക്കുന്നത്. ഇനി ഈ ഭരണിയിലേക്ക് നമുക്ക് ഈ കാരക്കയെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഈ ഭരണിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി ഉപ്പാണ്, കല്ലുപ്പാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഒരു പിടിയിൽ നമ്മൾ കല്ലുപ്പ് എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളവും കൂടെ ചേർത്ത് കാരക്ക മുഴുവനും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ച് നമുക്കിത് അടച്ച് വെക്കാവുന്നതാണ്. ഇനി ഒരു തുണി വെച്ച് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാവുന്നതുമാണ്. 3-4 ദിവസം ഇങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം കഴിക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്